നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഇളക്കം സൃഷ്ടിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അന്തരീക്ഷത്തിൽ വൈബ്രേഷൻ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു വാക്ക്, നിങ്ങളുടെ മനസ്സിന്റെ ദിശ മാറ്റാൻ കഴിയുന്ന, നിങ്ങളുടെ വിധിക്ക് പുതിയൊരു വഴി കാണിക്കാൻ കഴിയുന്ന ഒരു വാക്ക്. ഇത് ആ ഒരൊറ്റ വാക്കിന്റെ കഥയാണ്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഗതിയും മാറ്റാൻ കഴിയുന്ന ഒരു വാക്ക്. ലക്ഷക്കണക്കിന് ആളുകൾ ഇത് പ്രയോഗിക്കുകയും അവർ ആഗ്രഹിച്ചതെല്ലാം നേടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ചിലർക്ക് ജോലി ലഭിച്ചു, ചിലർക്ക് രോഗശാന്തി, ചിലർക്ക് പ്രണയം, മറ്റു ചിലർക്ക് സമാധാനം. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ അവർ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തില്ല. അവർ ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞു. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും മറഞ്ഞിരിക്കുന്ന രഹസ്യം. ആകർഷണ നിയമം കേവലം ചിന്തകളിലൂടെ മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ് പലരും കരുതുന്നത്. ചിന്തിക്കുക, നേടുക, വിഷ്വലൈസ് ചെയ്യുക, പ്രപഞ്ചം അത് നൽകും. എന്നാൽ സത്യം അതിലും അല്പം കൂടി ആഴത്തിലുള്ളതാണ്. കാരണം ചിന്തകൾ തലച്ചോറിൽ മാത്രമാണ് സംഭവിക്കുന്നത്. എന്നാൽ വാക്കുകൾ പ്രപഞ്ചത്തിൽ വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു. പരമഹംസ യോഗാനന്ദജി പറയാറുണ്ടായിരുന്നു, ചിന്തകൾക്ക് ശക്തിയുണ്ട്, എന്നാൽ വാക്കുകൾ അതിലും ആഴത്തിലുള്ള വിത്തുകളാണ്. നിങ്ങൾ ഒരു വാക്ക് പറയുമ്പോൾ അത് വെറുതെ കാറ്റിൽ ലയിക്കുന്നില്ല. അത് നിങ്ങളുടെ ഊർജത്തിന്റെ ഒരു കൽപ്പനയായി പ്രപഞ്ചത്തിലെത്തുന്നു. അത് പ്രപഞ്ചത്തിന് ഒരു ദിശ നൽകുന്നു. ഇനി ഇത് യാഥാർത്ഥ്യമാക്കുക. ഇതാണ് വളരെ കുറച്ചുപേർ മാത്രം മനസ്സിലാക്കിയ ആ രഹസ്യം. ഇത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പറയാൻ കഴിയുന്ന ആ വാക്കിന്റെ ശക്തിയുടെ കഥയാണ്. യാതൊരു മന്ത്രങ്ങളോ പ്രത്യേക സാധനങ്ങളോ ഇല്ലാതെ, പ്രത്യേക സ്ഥലമോ സമയമോ ഇല്ലാതെ. ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്ന ഉള്ളിൽ നിന്നും ഉയരുന്ന ആ വികാരത്തോടെ മാത്രം. കാരണം പ്രപഞ്ചം വികാരങ്ങളെ മാത്രമാണ് കേൾക്കുന്നത്, വാക്കുകളെയല്ല. എന്നാൽ ആ വാക്കുകൾ അതേ വികാരങ്ങളോട് കൂടിച്ചേരുമ്പോൾ അതൊരു മാന്ത്രികതയായി മാറുന്നു. ഒന്ന് സങ്കൽപ്പിക്കുക, നിങ്ങൾ രാവിലെ ഉണരുന്നു. കണ്ണുകളിൽ സ്വപ്നങ്ങളുണ്ട്, ചെറിയ ക്ഷീണമുണ്ട്, ചില അപൂർണമായ ആഗ്രഹങ്ങളുണ്ട്. നല്ലതെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. തുടർന്ന് നിങ്ങൾ ആ ഒരൊറ്റ വാക്ക് പതുക്കെ, സ്നേഹത്തോടെ, തികഞ്ഞ വിശ്വാസത്തോടെ പറയുന്നു, നന്ദി. അതെ, ആ ഒരൊറ്റ വാക്ക് മാത്രം, താങ്ക് യു. പലരും ഇതിനെ ഒരു അത്ഭുതമായാണ് കാണുന്നത്. എന്നാൽ ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും പുരാതനമായ രഹസ്യങ്ങളിലൊന്നാണ് എന്നതാണ് സത്യം. കൃതജ്ഞത, ഗ്രേറ്റിറ്റ്യൂഡ്, അതാണ് നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളെ മാറ്റാൻ തുടങ്ങുന്ന ആ ഊർജം. കാരണം നിങ്ങൾ നന്ദി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കണ്ണിൽ കാണാത്ത ആ കാര്യത്തെ നിങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രപഞ്ചം അത് നിങ്ങളിലേക്ക് അയക്കാൻ തുടങ്ങുന്നു. വഴിയിലുള്ള ഒരു കാര്യത്തിനായി നിങ്ങൾ മുൻകൂട്ടി ആഘോഷിക്കുന്നത് പോലെയാണിത്. ബോബ് പ്രോക്ടർ പറയുന്നു, നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ താങ്ക് യു പറയുന്ന ആ നിമിഷം നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റുന്നു. സമാനമായ വൈബ്രേഷനെ ആകർഷിക്കുന്നത് ഈ വൈബ്രേഷൻ തന്നെയാണ്. അതിനാൽ നിങ്ങൾ നന്ദിയുടെ ഭാവത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സംഭവങ്ങളെ മാത്രമേ ആകർഷിക്കാൻ കഴിയൂ. ഒരാൾ ഇത് പരീക്ഷിച്ചു. അദ്ദേഹം രോഗിയായിരുന്നു, വർഷങ്ങളായി ദുരിതമനുഭവിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു വീഡിയോ കണ്ടു. അതിലിങ്ങനെ പറഞ്ഞിരുന്നു, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം വെറുതെ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം ചിരിച്ചു. ഇത് വളരെ എളുപ്പമാണല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. എങ്കിലും അദ്ദേഹം ശ്രമിച്ചു. നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഭക്ഷണമുണ്ടാക്കുമ്പോഴും എല്ലായിടത്തും ഈ 2 വാക്കുകൾ മാത്രം, താങ്ക് യു. 3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ വേദന കുറയാൻ തുടങ്ങി. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ടുകൾ മാറി. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് ശരിക്കും ഇത്ര എളുപ്പമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതെ, നിങ്ങൾ നന്ദി പറയുന്നത് കേവലം നാവുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്നാണെങ്കിൽ. ഈ വാക്ക് മാന്ത്രികമല്ല, ഇതിന് പിന്നിലെ വികാരമാണ് മാന്ത്രികം. നന്ദി പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുകയാണ്, എല്ലാം ശരിയാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് വരുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം വരുമ്പോൾ ഭയം ഇല്ലാതാകുന്നു. എവിടെ ഭയമില്ലയോ അവിടെ ഇല്ലായ്മയില്ല. ഇല്ലായ്മയില്ലാത്തയിടത്ത് സമൃദ്ധി താനേ കടന്നുവരും. പരമഹംസ യോഗാനന്ദജിയും പറഞ്ഞിട്ടുണ്ട്, കൃതജ്ഞതയാണ് ഏറ്റവും ഉയർന്ന പ്രാർത്ഥന. കാരണം അത് യാചിക്കുന്നില്ല, അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഹൃദയം. ചോദിക്കുകയല്ല, മറിച്ച് അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് അനുഭവിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ താങ്ക് യു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു പുതിയ കൽപ്പന നൽകുകയാണ്, ഞാൻ സമൃദ്ധനാണ്, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ ഈശ്വരന്റെ അനുഗ്രഹത്തിലാണ്. ഈ അഫർമേഷൻ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവിടെ നിന്ന് വൈബ്രേഷൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ വൈബ്രേഷനാണ് സാഹചര്യങ്ങളെ മാറ്റുന്നത്. ഇത് സമ്പത്തിന്റെയോ ആരോഗ്യത്തിന്റെയോ മാത്രം കാര്യമല്ല. നിങ്ങളുടെ ഓരോ ബന്ധത്തിലും, ഓരോ ലക്ഷ്യത്തിലും, ഓരോ വികാരത്തിലും ഇത് പ്രവർത്തിക്കുന്നു. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയിരുന്നു. അവൾ ആകെ തകർന്നുപോയി. ദേഷ്യവും നിരാശയും നിറഞ്ഞിരുന്നു. ഒരാൾ അവളോട് പറഞ്ഞു, വെറുതെ ഒരൊറ്റ വാക്ക് പറയുക, താങ്ക് യു, ഇപ്പോൾ നിനക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും. ആദ്യം അവൾക്ക് ദേഷ്യം വന്നു. അവൾ ചോദിച്ചു, ഞാൻ എന്തിനു നന്ദി പറയണം? എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും അവൾ ശ്രമിച്ചു. പതുക്കെ അവൾ ഓരോ ചെറിയ കാര്യങ്ങൾക്കും നന്ദി പറയാൻ തുടങ്ങി.
അവളുടെ ശ്വാസത്തിന്, വീടിന്, ജീവന്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവളുടെ മുഖം മാറി, അവളുടെ ഊർജം മാറി. ഒരു ദിവസം ആ ഭർത്താവ് മടങ്ങിവന്നു. അയാൾ പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിന്നിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവൾ പുഞ്ചിരിച്ചു, കാരണം അവൾക്കറിയാമായിരുന്നു കൃതജ്ഞത എന്റെ ജീവിതത്തെ ഒരു കാന്തമാക്കി മാറ്റി. പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ വളരെ ലളിതമാണ്. നിങ്ങൾ എന്താണോ പറയുന്നത് അതായി നിങ്ങൾ മാറുന്നു. നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ എന്താണോ ആവർത്തിക്കുന്നത് അത് നിങ്ങൾക്ക് ചുറ്റും യാഥാർത്ഥ്യമായി മാറുന്നു. അതിനാൽ നിങ്ങൾ വീണ്ടും വീണ്ടും താങ്ക് യു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നൽകാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പ്രപഞ്ചം കരുതുന്നു. ഈ വ്യക്തി സമ്പന്നനാണ്, ഇയാൾക്ക് ഇനിയും നൽകുക എന്ന് അത് ചിന്തിക്കുന്നു. കാരണം പ്രപഞ്ചം ഒരിക്കലും കുറവുകളെ വർദ്ധിപ്പിക്കുന്നില്ല, അതെപ്പോഴും പൂർണ്ണതയെയാണ് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ ഒന്ന് സങ്കൽപ്പിക്കുക, നിങ്ങൾ വഴിയിലൂടെ നടക്കുകയാണ്. തിരക്കുണ്ട്, ബഹളങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ ഉള്ളിൽ ശാന്തനാണ്. നിങ്ങൾ കാണുന്ന ഓരോ വ്യക്തിയെയും നോക്കി മനസ്സിൽ പറയുന്നു താങ്ക് യു. ഓരോ ശ്വാസത്തോടൊപ്പവും പറയുന്നു താങ്ക് യു. വെറുതെ ചിന്തിക്കാതെയല്ല, മറിച്ച് ആഴത്തിലുള്ള ഒരു വികാരത്തോടെ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം മാറാൻ തുടങ്ങുന്നു. ആളുകൾ നിങ്ങളോട് കൂടുതൽ വിനയത്തോടെ പെരുമാറുന്നു. കാര്യങ്ങൾ എളുപ്പത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ പോരാട്ടത്തിലല്ല, ഒഴുക്കിലാണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ അർത്ഥം. പോരാടാതിരിക്കുക, ഒഴുക്കിലേക്ക് വരിക. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ താങ്ക് യു പറയാറുണ്ട്, പക്ഷെ ഒന്നും സംഭവിക്കാറില്ല. ഇതിന് കാരണം വികാരത്തിന്റെ അഭാവമാണ്. കാരണം വാക്കുകളിൽ വികാരം നിറയുമ്പോൾ മാത്രമേ അവ ശക്തമാകുകയുള്ളൂ. നിങ്ങൾ വെറുതെ വാക്കുകൾ മാത്രം പറയുകയും എന്നാൽ മനസ്സിൽ ഭയമോ സംശയമോ ഉണ്ടാകുകയും ചെയ്താൽ പ്രപഞ്ചം ആശയക്കുഴപ്പത്തിലാകും. എന്നാൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ നന്ദി എന്ന് പറയുമ്പോൾ, കാരണം എന്റെ കാര്യം നടന്നു കഴിഞ്ഞു, അപ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ദ സീക്രട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളോടല്ല പ്രതികരിക്കുന്നത്, ആ വാക്കുകൾക്ക് പിന്നിലെ നിങ്ങളുടെ വികാരങ്ങളോടാണ്. പ്രപഞ്ചത്തിന് നിങ്ങളുടെ വാക്കുകളുടെ ഭാഷ അറിയില്ല, അതിന് നിങ്ങളുടെ വികാരങ്ങളുടെ തരംഗങ്ങൾ മാത്രമേ മനസ്സിലാകൂ. അതിനാൽ ആ ഒരു വികാരത്തോടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതേ വികാരം നിങ്ങളുടെ ജീവിതത്തിൽ രൂപം കൊള്ളുന്നു. പരമഹംസ യോഗാനന്ദജി പറഞ്ഞിരുന്നു, ലോകം സൃഷ്ടിക്കാൻ കഴിയുന്ന ശക്തി വാക്കുകൾക്കുണ്ട്, എന്നാൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് മാത്രമേ അതിന് കഴിയൂ. ഒരു സാധകൻ ദിവസം മുഴുവൻ രാം, ഓം അല്ലെങ്കിൽ നന്ദി എന്ന് പറയുമ്പോൾ ആ വാക്ക് അവന്റെ ആത്മാവിൽ വൈബ്രേഷൻ ഉണ്ടാക്കുന്നുവെന്നും അത് ആത്യന്തികമായി യാഥാർത്ഥ്യത്തെ മാറ്റുന്നുവെന്നും അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. അതായത് വാക്ക് ഒരു മന്ത്രമായി മാറുന്നു, മനസ്സിനെ മറികടക്കുന്നത് എന്നാണ് മന്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വാക്ക് മാത്രം തിരഞ്ഞെടുക്കുക. അത് താങ്ക് യു ആകാം, സമാധാനമാകാം, സ്നേഹമാകാം, അല്ലെങ്കിൽ ഓം ആകാം. അതെപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പ്രതിധ്വനിക്കാൻ അനുവദിക്കുക. നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഭക്ഷണമുണ്ടാക്കുമ്പോഴും ആ ഒരൊറ്റ വാക്ക് മാത്രം ആവർത്തിക്കുക. പതുക്കെ നിങ്ങളുടെ മനസ്സ് ആ വാക്കിന്റെ തരംഗമായി മാറും. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാകും, ഇനി നിങ്ങൾക്ക് യാചിക്കേണ്ട ആവശ്യമില്ലെന്ന്. കാരണം ഇപ്പോൾ പ്രപഞ്ചം നിങ്ങളോടൊപ്പം ഒഴുകുകയാണ്. നിങ്ങളുടെ ഓരോ ചിന്തയും നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്ന അതേ ദിശയിലേക്കാണ് നീങ്ങുന്നത്. ഒരു ശാസ്ത്രീയ പരീക്ഷണം നടന്നു. ചില ആളുകളോട് 24 മണിക്കൂറും താങ്ക് യു എന്ന് മാത്രം പറയാൻ ആവശ്യപ്പെട്ടു. നല്ലതായാലും ചീത്തയായാലും ഏത് സാഹചര്യത്തിലും. ഇതിന്റെ ഫലമായി ഭൂരിഭാഗം ആളുകളുടെയും ഊർജ്ജത്തിൽ വലിയ മാറ്റമുണ്ടായി. അവരുടെ മുഖം ശാന്തമായി, അവർക്ക് നല്ല ഉറക്കം ലഭിക്കുകയും അവരുടെ മനസ്സ് സന്തോഷപ്രദമാകുകയും ചെയ്തു. ചിലർക്ക് അപ്രതീക്ഷിതമായി സന്തോഷവാർത്തകൾ ലഭിച്ചു. കാരണം നിങ്ങൾ അയക്കുന്നത് മാത്രമേ പ്രപഞ്ചം തിരികെ നൽകുകയുള്ളൂ. താങ്ക് യു അയക്കുക എന്നതിനർത്ഥം സ്നേഹം അയക്കുക എന്നാണ്. അതിനാൽ ഇന്നു തന്നെ തുടങ്ങുക. വലിയ സാധനകളോ കഠിനമായ ധ്യാനമോ ആവശ്യമില്ല. നന്ദി എന്ന ഒറ്റ വാക്ക് മാത്രം. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ ഈ ദിവസത്തിന് നന്ദി പറയുക. കുളിക്കുമ്പോൾ ഈ വെള്ളത്തിന് നന്ദി പറയുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ആഹാരത്തിന് നന്ദി പറയുക. ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നന്ദി പറയുക. കാരണം അതിലും എന്തെങ്കിലും അനുഗ്രഹം മറഞ്ഞിരിപ്പുണ്ടാകും. പതുക്കെ നിങ്ങൾ കാണും, പ്രശ്നങ്ങൾ അവസാനിക്കില്ല, മറിച്ച് അവ അർത്ഥവത്തായി മാറും. അർത്ഥം കണ്ടെത്തുമ്പോൾ വേദന ശക്തിയായി മാറുന്നു. ലോ ഓഫ് അട്രാക്ഷന്റെ യഥാർത്ഥ രഹസ്യം ഇതാണ്. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, ഇത് ബോധത്തിന്റെ ശാസ്ത്രമാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു തരംഗമായി മാറുന്നു. നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു വൈബ്രേഷനായി മാറുന്നു. നിങ്ങൾ പറയുന്നത് ഒരു കൽപ്പനയാകുന്നു. നിങ്ങൾ ആവർത്തിച്ചു പറയുന്നത് പ്രപഞ്ചത്തിന്റെ നിയമമായി മാറുന്നു. അതിനാൽ നിങ്ങളുടെ വാക്കുകളെ ഒരു പ്രാർത്ഥനയാക്കുക. ഓരോ വാക്കിലും സ്നേഹം നിറയ്ക്കുക. ഓരോ ശ്വാസത്തിലും കൃതജ്ഞത നിറയ്ക്കുക. അപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ എങ്ങനെ വഴങ്ങുന്നു എന്ന് നോക്കുക. ഇന്ന് വിജയവും പണവും സ്നേഹവും സമാധാനവും ആഗ്രഹിക്കുന്നവർക്കുള്ള സന്ദേശം ഇതാണ്. പറയുക, എന്നാൽ സ്നേഹത്തോടെ. ചോദിക്കുക, എന്നാൽ വിശ്വാസത്തോടെ. ആവർത്തിക്കുക, എന്നാൽ വികാരത്തോടെ. കാരണം
താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ വിശ്വാസത്തോടെ പറയുമ്പോൾ, സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പ്രപഞ്ചത്തെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രപഞ്ചം ഒരിക്കലും വൈകില്ല. അതിനാൽ എഴുന്നേൽക്കുക, പുഞ്ചിരിക്കുക, ഒരൊറ്റ വാക്കുമാത്രം പറയുക, നന്ദി. ഈ വാക്ക് നിങ്ങളുടെ തലവര മാറ്റും, നിങ്ങളുടെ ചിന്തകളെ ഉയർത്തും, കൂടാതെ എല്ലാം സാധ്യമായ ആ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ചിലപ്പോൾ ഈശ്വരൻ നമ്മെ വളരെ ലളിതമായ വഴികളിലൂടെ വിളിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സ് വളരെ സങ്കീർണമായതിനാൽ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയില്ല. ഒരു വാക്ക് മനസ്സിലാക്കിയവർ അത്ഭുതങ്ങൾ കണ്ടു, എന്നാൽ അത് മനസ്സിലാക്കാത്തവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. ബോബ് പ്രോക്ടർ പറയുന്നു, പ്രപഞ്ചം ഒരിക്കലുമില്ല എന്ന് പറയില്ല. അത് എപ്പോഴും പറയുന്നത് നിങ്ങൾ ചോദിക്കൂ എന്നാണ്. ശുദ്ധമായ മനസ്സോടെ പറയുക. നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ, പണം, സമാധാനം, സ്നേഹം അല്ലെങ്കിൽ വിജയം എന്ന് പറയുമ്പോൾ ആ ഊർജം അതേ ദിശയിലേക്ക് നീങ്ങുന്നു. എന്നാൽ നിങ്ങൾ ഭയത്തിലോ ഉത്കണ്ഠയിലോ സംശയത്തിലോ ആണ് സംസാരിക്കുന്നതെങ്കിൽ പ്രപഞ്ചം അതേ വൈബ്രേഷൻ പിടിച്ചെടുത്ത് അതുതന്നെ തിരികെ നൽകുന്നു. ഇതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ രഹസ്യം. നിങ്ങൾ അയക്കുന്ന വൈബ്രേഷൻ തന്നെയാണ് തിരികെ വന്ന് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ കൃതജ്ഞത എന്ന ഒറ്റ വാക്ക് പതിഞ്ഞാൽ എല്ലാം താനെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കൃതജ്ഞത എന്നാൽ താങ്ക് യു. എല്ലാ മതങ്ങളും എല്ലാ കാലഘട്ടങ്ങളും എല്ലാ മഹാത്മാക്കളും പരാമർശിച്ചിട്ടുള്ളത്ര ശക്തമായൊരു വാക്കാണിത്. പരമഹംസ യോഗാനന്ദജി പറഞ്ഞു, ഓരോ ശ്വാസത്തിലും നിങ്ങൾ നന്ദി അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ദിവ്യത്വം കൊണ്ട് നിറയുന്നു. ഊർജത്തിന്റെ രൂപം മാറ്റുന്ന ഒരൊറ്റ വാക്കാണിത്. സങ്കൽപ്പിക്കുക, രാവിലെ ഉറക്കമുണർന്നയുടനെ നിങ്ങൾ കണ്ണുകളടച്ച് പതുക്കെ നന്ദി പറഞ്ഞു. എന്തിനെങ്കിലുമല്ല, ആർക്കെങ്കിലുമല്ല, ഈ അസ്തിത്വത്തിന് മാത്രം. ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഊർജം മാറുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു, ഹൃദയം തുറക്കുന്നു, പ്രപഞ്ചം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഈ വാക്ക് ശീലമാക്കുന്നവർക്ക് അവരുടെ ഉള്ളിലെ കാന്തം സജീവമാകുന്നത്. അവർ പരാതി പറയുന്നില്ല, അവർ കാര്യങ്ങളെ ആകർഷിക്കുന്നു. അവർ യാചിക്കുന്നില്ല, മറിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് അതിനെ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ ബോബ് പ്രോക്ടർ തന്റെ ശിഷ്യനോട് പറഞ്ഞു, നിങ്ങൾ മണിക്കൂറിൽ ഒരിക്കലെങ്കിലും താങ്ക് യു പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു വർഷത്തിനുള്ളിൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാറുമെന്നുറപ്പാണ്. കാരണം ഈ വാക്ക് ഉള്ളിലെ ഊർജത്തെ ശുദ്ധീകരിക്കുന്നു. ഇത് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർന്ന തരംഗങ്ങളിലേക്ക് മാറ്റുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും നന്ദി പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള വൈബ്രേഷൻ പൂർണ്ണതയുടെ സൂചന നൽകുകയും പ്രപഞ്ചം അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ഈ വ്യക്തി പൂർണ്ണതയിലാണെങ്കിൽ ഇയാൾക്ക് കൂടുതൽ നൽകുക. യോഗാനന്ദജി ഇതിനെ ആത്മീയ ശാസ്ത്രം എന്നാണ് വിളിച്ചത്. ശബ്ദം തന്നെയാണ് സൃഷ്ടി. ശബ്ദത്തിൽ ബോധം മറഞ്ഞിരിക്കുന്നുവെന്നും ആ ബോധമാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു വാക്കിന് നിങ്ങളുടെ വിധി മാറ്റാൻ കഴിയുമെന്ന് പറയുന്നത്. നിങ്ങൾ കൃതജ്ഞത ജപിച്ചുകൊണ്ടിരുന്നാൽ അത് പ്രപഞ്ചത്തിലെ ഓരോ നിയമങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റും. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ തുടങ്ങുന്നു, ബന്ധങ്ങൾ തളിർക്കാൻ തുടങ്ങുന്നു, അവസരങ്ങൾ വർഷിക്കാൻ തുടങ്ങുന്നു. പലപ്പോഴും ആളുകൾ പറയും, ഞങ്ങൾ നന്ദി പറയുന്നുണ്ട്, പക്ഷെ ഒന്നും മാറുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു വാക്ക് ആഴത്തിലുള്ള അനുഭവത്തോടെ പറയുമ്പോൾ മാത്രമേ അതിന് ഫലമുണ്ടാകൂ. വെറും നാവുകൊണ്ട് പറയുന്ന നന്ദി പ്രപഞ്ചത്തിൽ എത്തുന്നില്ല. എന്നാൽ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഓരോ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും വരെ ഇളക്കിമറിക്കുന്നു. എല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഊർജം നിങ്ങൾക്ക് അനുകൂലമായി ഒഴുകാൻ തുടങ്ങും. അതാണ് ആകർഷണം തുടങ്ങുന്ന നിമിഷം. ബോബ് പ്രോക്ടർ പറഞ്ഞിരുന്നു, ഓരോ ഇല്ലായ്മയും അവസരമാക്കി മാറ്റുന്ന കാന്തമാണ് കൃതജ്ഞത. അതിനാൽ എന്തു കുറവ് തോന്നുമ്പോഴും അതിന് നന്ദി പറയുക. പണമില്ലെങ്കിൽ പറയുക, നന്ദി എനിക്കിപ്പോൾ ഉള്ളതിന്. സ്നേഹമില്ലെങ്കിൽ പറയുക, നന്ദി ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനായതിന്. ജോലിയില്ലെങ്കിൽ പറയുക, നന്ദി എന്റെ വഴിയിൽ ഒരു മികച്ച അവസരം വരുന്നതിന്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സാഹചര്യങ്ങൾ മാറുന്നത് നിങ്ങൾ കാണും. ഇതാണ് രഹസ്യം. ഒരു വാക്ക് പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഈ വാക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടിരിക്കണം. മനസ്സ് നെഗറ്റീവാണെങ്കിൽ ഈ വാക്ക് വെറുമൊരു ശബ്ദമായി അവശേഷിക്കും. എന്നാൽ മനസ്സ് ശാന്തവും സന്തുഷ്ടവും വിശ്വാസത്താൽ നിറഞ്ഞതുമാണെങ്കിൽ ഈ വാക്ക് പ്രപഞ്ചത്തിന്റെ കൽപ്പനയായി മാറുന്നു. ഇവിടെയാണ് മനുഷ്യൻ ഒരു സ്രഷ്ടാവായി മാറുന്നത്. യോഗാനന്ദജി പറയാറുണ്ടായിരുന്നു, മനുഷ്യനും ഈശ്വരനും തമ്മിൽ ഒരേയൊരു വ്യത്യാസമേയുള്ളൂ. താനൊരു സ്രഷ്ടാവാണെന്ന് ഈശ്വരൻ അറിയാം. മനുഷ്യൻ അത് മറന്നുപോയിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെ വിളിക്കുക. പിന്നെ ഒരു നിമിഷം നിൽക്കുക, ആ കാര്യം മനസ്സിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് നന്ദി പറയുക. ഇതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ലളിതമായ രഹസ്യം. നിങ്ങൾ ആരോടും യാചിക്കരുത്. നിങ്ങളുടെ വാക്കുകളിലൂടെ പ്രപഞ്ചത്തിന് കൽപ്പന നൽകുക. എന്നിട്ട് വഴികൾ തനിയെ തുറക്കുന്നത് കാണുക. ഇതൊരു സങ്കല്പമല്ല, ഇത് ഊർജത്തിന്റെ ശാസ്ത്രമാണ്. ഇപ്പോൾ ചിന്തിക്കുക, എല്ലാ ദിവസവും മണിക്കൂറുകളോളം നിങ്ങൾ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വെറുതെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഊർജം എത്രത്തോളം മാറുമെന്നാൽ നിങ്ങൾക്ക് ചുറ്റും സമാധാനം അനുഭവപ്പെടുന്നതുകൊണ്ട് മാത്രം ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കും.
ഇതാണ് ആയിരക്കണക്കിന് ആളുകൾ സ്വീകരിച്ച് വെറും 24 മണിക്കൂറിനുള്ളിൽ ഫലം കണ്ട രഹസ്യം. കാരണം ഈ വാക്ക് നിങ്ങളുടെ ഉള്ളിലെ തരംഗങ്ങളെ എത്രത്തോളം ഉയർത്തുന്നുവെന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. അതിനാൽ അടുത്ത തവണ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഒന്ന് നിൽക്കുക, പുഞ്ചിരിക്കുക, പതുക്കെ പറയുക നന്ദി. എന്നിട്ട് പ്രപഞ്ചം നിങ്ങളോടെങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കുക. നിങ്ങളുടെ കൽപ്പന സ്വീകരിച്ചിരിക്കുന്നു.